ഇതുകൊണ്ട് കഴിഞ്ഞോ? മുജാഹിദികൾ എടുത്തപ്പോൾ കൊണ്ടുനടക്കുന്ന MM അക്ബർ മൗലവി, ആ MM അക്ബർ മൗലവിയുടെ പുസ്തകത്തിൽ അയാൾ അതുകൊണ്ട് തീർത്തില്ല. അയാൾ പറയുന്നത് പഠിച്ചവര് കയ്യുകാരുണ്ട്, അതുപോലെ തന്നെ അള്ള കസേര മേലെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. അതുകൂടി ഞാൻ വായിക്കാം. നമ്മള് ഈ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ മുമ്പ് മുജാഹിദികളോട് പറഞ്ഞു കൊടുത്ത വിശ്വാസം ആരുടെ വിശ്വാസമാണെന്നാ മുജാഹിദ് തന്നെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അതുകൂടി ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. വക്കം അബ്ദുൽ ഖാദറുടെ വീക്ഷണം ഒക്കെ പ്രസിദ്ധീകരിച്ച അവസാനം പറയാം. ജനാബ് MM അക്ബർ എഴുതുന്നു, എന്നാൽ പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിനു പുറത്ത് ഏഴാം ആകാശത്തിനു മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ദൈവവിശ്വാസം MM അക്ബർ പേജ് 22. ഇനിയും കേട്ടോളി. MM അക്ബറിന്റെ മറ്റൊരു പ്രസ്താവന നോക്കുക. ദൈവത്തെ കുറിച്ച് വികലമായ സങ്കല്പങ്ങൾ ഉടലെടുത്തത് സങ്കുചിതത്വത്തിനും ഉച്ചനീതത്വങ്ങൾക്കും കാരണമായി. നിരാകാരനായ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ടപ്പോൾ അവന് കൈകാലുകളും തലയും ഉടലുമുണ്ടെന്ന് സ്വാഭാവികമായും വിശ്വസിക്കപ്പെട്ടു. അപ്പോൾ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ഉന്നതനും കാലുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശുദ്ധൻ അധമനുമായി. അത് ജാതി ചിന്തയ്ക്ക് കാരണമായി. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. അപ്പൊ മുജാഹിദിന്റെ MM അക്ബർ മൗലവി പറയുന്നത് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് വിശ്വസിച്ച് അള്ളാഹ് നിരാകാരനാണെന്നും വിശ്വസിക്കാതെ ഇവിടെ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ട് അങ്ങനെ പലതും പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണനും ശുദ്രനും ഒക്കെ ഉണ്ടായത്. അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾക്കും ജാതീയതക്കും കാരണം അള്ളാഹുവിന് കൈകാലുകൾ ഉണ്ടെന്ന വിശ്വാസമാണ്. അള്ളാഹു കസേരയിലിരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നു എന്ന വിശ്വാസമാണ് എന്ന് മുജാഹിദിന്റെ നമ്മുടെ സലഫിയുടെ പക്ഷത്തുള്ള MM അക്ബർ മൗലവി എഴുതിയത്. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. വക്കം മൗലവി പറഞ്ഞതും അത് തന്നെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 996 കാലത്ത് പാവപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ വന്ന് ഈ വാഴക്കാട്ട് വെച്ച് അള്ളാഹുവിന് കയ്യുകാലുമുണ്ടെന്ന് വാദിക്കുന്നത്, അള്ളാഹ് കസേരക്ക് മുകളിലാണെന്ന് വാദിക്കുന്നത് അത് ഇസ്ലാമികമല്ലെന്നും അള്ളാഹുവിന്റെ ഖുർആനിന് വിരുദ്ധമാണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരാണെന്നും ഒക്കെ പറഞ്ഞപ്പോ അന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ISMന്റെ പ്രവർത്തകരെ, എന്റെ കേസറ്റിന്റെ പകുതി കട്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഇപ്പൊ നിങ്ങളെ നേതാക്കന്മാര് ഏറ്റവും പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയിലുള്ളത് പേരോട് പറഞ്ഞതുപോലെയാണ്. അതുപോലെ നിജ് ഓഫ് ട്രൂത്തിന്റെ പുസ്തകത്തിലുള്ളത് അങ്ങനെയാണ്. MM അക്ബർ വിളിച്ചു പറയുന്നത് ബ്രാഹ്മണന്മാരെ വിശ്വാസമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇപ്പോൾ നിങ്ങളെ മൗലവിമാര് പച്ച മലയാളത്തിൽ എഴുതി പുസ്തകം അച്ചടിച്ച് വിറ്റ് കാശാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ സത്യത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഇനിയെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കുറിച്ചുള്ള വിശ്വാസം ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങളൊക്കെ മുജാഹിദായി മരിച്ചുപോയാൽ പേരോടിന് എന്താണ്? നിങ്ങൾ എല്ലാവരും അല്ലാഹുക്ക് കയ്യുകാലുമുണ്ടെന്ന് വാദിച്ചാൽ പേരോടിനെന്ത് വരാനാണ്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ കളവും പറയുന്നു, ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെയും എന്തിനു നിങ്ങൾ 2 സമ്മേളനത്തിന് പോകണം? നിങ്ങൾക്ക് ഇനിയെങ്കിലും അതൊന്ന് വിട്ടൊഴിഞ്ഞുകൂടെ? ഞാൻ നിങ്ങൾക്കൊരു കേസറ്റ് കേൾപ്പിക്കട്ടെ.